രമേശ പനിയൊക്കെ ഒരു സമയത്ത് കത്തി സൃഷ്ടി കിട്ടിയില്ല. നിന്നോടൊക്കെ എപ്പോ വരണോന്നാടാ പറഞ്ഞത്? 9 മണി. എടാ നാടകത്തില് ഡിസിപ്ലിൻ വേണം. ഒരു കൃത്യനിഷ്ഠ ഇല്ലെങ്കിൽ നാടകം നന്നായി. എന്റെ മാഷ് വണ്ടി കിട്ടണ്ടേ? അത് ഇന്നലെ എന്നാ പറ്റിടാ? ഇന്നലെ ഹർത്താൽ. ഇന്നലെ ഹർത്താൽ. എടാ ഒരു എക്സ്ക്യൂസ് പറഞ്ഞിട്ട് കാര്യമില്ല. അഭിനയിക്കാൻ പറഞ്ഞെങ്കിൽ അതിനു വേണ്ടി മാത്രം പറയണം. അതിനുവേണ്ടി കൃത്യനിഷ്ഠയോടെ ചെയ്യണം. എന്താ ശരിക്കും നീ കൈ കൊണ്ടല്ല സ്പർശിക്കുന്നത്, പിന്നെന്തുണ്ടാ മനസ്സാണ് അവനെ സ്പർശിക്കുന്നത്. ചുമ്മാ ഇത് ബാഹ്യമായ സ്പർശമല്ലേ, ഇതിനൊന്നും കാര്യമില്ല. ഞാൻ കാണിച്ചുതരാം. ഇടാ സഹൃദയർക്ക് മനസ്സിലാവണം നമ്മുടെ ഹൃദയം അവരെ സ്പർശ ചെയ്യുന്നത്. ഇടാ അതിന് ഒരു എന്താ പറയണ്ടേ, അത് വേണം. ഇത് എക്സ്പ്രഷൻ കൊണ്ടുവരാൻ ശ്രമിക്കണം. ഞാൻ കാണിച്ചുതരാം. ഇതുണ്ട്. ഞാൻ അവനെ വിളിക്കാൻ വേണ്ടി എന്നെ മനസ്സാണ് വിളിക്കുന്നത്. ശ്രദ്ധിക്കുക, നിന്റെ എക്സ്പ്രഷൻ ശരിയല്ല. ചേട്ടാ മുഖത്ത് ആശ്ചര്യം വരണം. ചേട്ടാ മാരിക്കൊന്നു ചേട്ടാ ആ പണി ഇങ്ങോട്ട് വന്നേ. അല്ല മക്കളെ, ഇവിടെ ഞങ്ങളോട് ശരീരം ചൂടാക്കാൻ കണ്ടോടെ? നിങ്ങൾ ശരീരം ചൂടാക്കി ഞാൻ വല്ല ചായ ചൂട് തണ്ണി പോകട്ടോ. ശരി ചായ ഇന്ന് ചായക്കെന്താ കടിയുന്നല്ലേ? ഇന്നലെ ഉണ്ടാക്കിയ വേണ്ടല്ലേ? ഒരാഴ്ച മുമ്പത്തെ വടയാണ്. നിന്റെ വീട് എടുക്കടാ. പഴംപൊരിയാണോ? അതിരിക്കുന്നോ? എനിക്ക് വേണം. അല്ല യാത്രയൊന്നും കാണിക്കില്ലേ? ഇതെന്താണത്? ഇതാണ് കായപ്പം. നിങ്ങൾ പറഞ്ഞ എല്ലാ സംഭവം ഈ കായപ്പത്തിലുണ്ട്. മാഷേ നിങ്ങൾ കൊറേ ദിവസം ആയല്ലപ്പാ ഇങ്ങനെ ഓരോന്ന് ഇവിടെ കിടന്ന് കളിക്കുന്നീ. എന്താ ഇത് പരിപാടി? പരിപാടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സങ്കീർണമായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങള് ഞങ്ങള് ഉപയോഗിച്ച് അതിന്റെ ഉത്ബോധാവസ്ഥയിൽ അതിന്റെ നിർഗണമായ അവസ്ഥയിൽ ബഷീറിന്റെ നാവല് ഞങ്ങളൊരു നാടൻ കളിക്കാൻ പോകും. പിന്നല്ലാണ്ട് കളിക്കാൻ പറ്റുന്ന നാളെ കാണാത്ത ഇത്. അല്ലല്ല അത്തപ്പെട്ട് നിക്കിട്ട് നിങ്ങള് കൊറേ ദിവസം ഉണ്ടാകാം മാഷിയുടെ തന്നെയാ? ഓ തന്നെ അല്ലടോ, ഇത്രയും കൂട്ടായിട്ട്. തനി മാഷെ പറ്റി എന്താ കരുതിയത്? തനി മാഷ കളിയാക്ക മാഷെ കണ്ട എന്ത് തോന്നും? മാഷ എവിടുന്ന് കണ്ടാലും തോന്നും. എങ്ങനെ കണ്ടാലും തോന്നുപ്പാ. എപ്പ കണ്ടാലും തോന്നൂ നീ. ആർക്ക് കണ്ടാലും തോന്നൂ നീ. മാഷി നാടകത്തിന്റെ സംവിധാനകനല്ലപ്പാ. സംവിധാനകനല്ല, സംവിധായകൻ. അല്ല മാഷേ, എന്താ ഈ നാടകത്തിന്റെ പേര്? ആദ്യം പറയപ്പാ. ശാന്തിക്ക് വേണ്ടിയുള്ള പോരാട്ടം. ശാന്തിക്ക് വേണ്ടിയുള്ള പോരാട്ടം. ഇത് എത്ര ശാന്തിയാപ്പാ? ഈടെ ആണെങ്കിൽ ഒരു ശാന്തിയിലുള്ളൂ.
നമ്മടെ ചാക്കപ്പന്റെ ഓക്ക് ഇങ്ങനെ കന്ന് പോരാന്ന് ഓക്കാണ് ഇപ്പൊ തീരെ സുഖില്ലാന്ന് ഇന്നലെ കൂടി ചായപ്പിടയിൽ വന്നിരുന്ന് ഓളാകെ മെഞ്ഞി എല്ലി തോരായിരുന്നപ്പാ. അപ്പൊ ഇതേ ശാന്തി നമ്മടെ മേൽശാന്തി ആയിക്കല്ലേ. അല്ല അയാൾക്ക് വേണ്ടിട്ട് എന്തിനാപ്പാ ഈ മരുന്ന് പോരായിരുന്നു. വെറുതെ മാഷെ കളിയാക്കല്ലേ ഇപ്പൊ. അല്ല പിന്നെ ഇത് ഏത് ശാന്തിയാപ്പാന്ന്? എന്റെ ശുക്കൂരേ, അത് നിനക്കൊന്നും പറഞ്ഞ മനസ്സിലാവില്ല. പിന്നെ? അതിന് വിവരം വേണം, വിവരം. അല്ല വിവരമുള്ള പുള്ളി പറഞ്ഞാരിടാ. ഞാൻ പറഞ്ഞുതരാം. നിനക്ക് ആ ഗാന്ധിജീനെ അറിയോ? ആ ഗാന്ധിയുടെ മോള് ശാന്തിനെ പറ്റിയാ നമ്മളിവിടെ പറയണത്. നിങ്ങളെ നമ്മളെ പറ്റിക്കാൻ നോക്കണ്ട. ഇവിടെ ഇപ്പൊ ആർക്കാ പറയാത്ത നമ്മളെ മഹാത്മാഗാന്ധിന്റെ മോടെ പേര് ഇന്ദിരാഗാന്ധി നമ്മളെ പറ്റിക്കണിയൊക്കെ. അല്ലല്ല അതൊക്കെ ഇവിടെ നിക്കിട്ടി. എന്റെ ഈ നാടകത്തിന്റെ കഥ അത് പറയിപ്പ. കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ കശ്മരനും ദുരാഗ്രഹിയും അത്യാഗ്രഹിയും ഒരു അധോലോകനായകനുമായ ഒരു വ്യക്തി, ഇങ്ങളെ പോലെ ഒരുത്തൻ. അയാൾ ചെയ്യുന്ന കൊള്ളരാമയ്ക്കെതിരെ ഞങ്ങളുടെ യുവതലമുറയുടെ പ്രാതിനിധ്യം ഉപയോഗിച്ച് പോരാടുന്നു. അല്ല അപ്പൊ നിങ്ങൾ അയാൾ എന്താക്കാൻ പോവാ? ഞങ്ങളവരെ കൊല്ലും. അയ്യോ കൊന്നാലായി ചാവൂലപ്പാ. ചത്താലോ? ഇതായിപ്പോ നിങ്ങളെല്ലാം ആയിരത്തിന് എഴുതി വെച്ച് ഇവിടെ എല്ലാവർക്കും അറിയില്ലപ്പാ ചാത്ത ശാപാവുന്ന്. ശാപം പിന്നെ എന്താന്ന് പറയും മാഷേ. എന്ത് ശവം എന്താകാനാ ഇപ്പൊ? അല്ല എന്തെങ്കിലും ആകണ്ടപ്പാ, നമ്മുടെ ശവല്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം, ശവം കുഴിച്ചിടാം. പുള്ള അങ്ങനെ കുഴിച്ചിടാനും പറ്റില്ലപ്പാ. ഇനിയല്ല നാട്ടി കിടപ്പിക്കണ്ടി അറിയാ ഇങ്ങക്ക്. എന്നാ നമ്മള് പറഞ്ഞുതരാം, കേക്ക്. ആദ്യം ശാപത്തിന്റെ ജാതി ഏതാണെന്ന് നോക്കണപ്പാ. പിന്നെ ഓന്റെ മതം ഏതാണെന്ന് നോക്കണെന്ന്. ഇപ്പൊ പണ്ടത്തെ മാതിരി നല്ല കേട്ടാ. നമ്മടെ അവസാന ശ്വാസം പോകുന്നതിന് മുമ്പ് വരെ മതം പറയാനുള്ള വകുപ്പുണ്ട്. അതുകൊണ്ടേ അങ്ങനെ കുഴിച്ചിടാനൊന്നും പറ്റില്ലപ്പാ. എന്നാ പിന്നെ നമുക്ക് കത്തിച്ചളഞ്ഞാലോ? ശരിയാ, കത്തിച്ചു കളയാനാ? അല്ല കത്തിച്ചു കളഞ്ഞാലും കുഴിച്ചിട്ടാലും ചീഞ്ഞ് നാറിയാലും ശാപം മണ്ണോട് മണ്ണായി തീരൂലേന്ന്. അപ്പോ നമ്മടെ നാടാവുമ്പോ നമ്മടെ മണ്ണില് മഴ പെയ്യൂല മാഷേ? എടോ മഴ പെയ്തോട്ടെ, അത് കുത്തിയൊലിച്ചു പോകൂലേ? പുള്ള കുത്താനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നീ അവിടെ പോയി കുത്തിയിരിക്കി. നമ്മടെ നാടാകുമ്പോ നമ്മടെ മണ്ണില് മഴ പെയ്യൂലപ്പാ. മഴ പെയ്ത് മണ്ണില് എന്താപ്പം മുളിക്ക? നിങ്ങളൊക്കെ വല്ല ചാത്രം പഠിച്ചവരല്ലേ പറയുന്നു മഴ പെയ്ത് മണ്ണില് എന്താ മുളയ്ക്ക? നിങ്ങൾ ആദ്യം പറയാൻ വന്നില്ല, അത് തന്നെ പുല്ല്. ഓന് ബുദ്ധിന്റെ ഭയങ്കര സൂത്ര. അതവിടെ കിട്ടി. ഈ പുല്ല് ഏടിയപ്പ മുളയ്ക്ക? നമ്മുടെ മണ്ണില്. അതും കറക്കി. അപ്പൊ അതിരിക്കട്ടെ, നിങ്ങള് കാശ്മീരിനെ കൊന്ന് കുഴിച്ചിട്ട് ആ മണ്ണില് മഴ പെയ്ത് പുല്ല് മുളച്ച് ഈ പുല്ല് ആരാ തിന്നുവാ? ഗതി കെട്ടാലും പുല്ലും തിന്നും. എടാ പുള്ളി ആ ഗെയ് കെട്ടാല്ലേ നീ. അവന്റെ ഭാര്യ എപ്പോഴും തർക്കൂത്രമുള്ളപ്പാ. സാധാരണ ഈ പുല്ല് ആരാ തിന്നാന്ന്? നമ്മടെ എല്ലാം പശു. മാഷ ജന്തു എനിക്ക് പിടിയിട്ടില്ലേന്ന് ആൾക്ക് വിപരിയില്ല, അതുകൊണ്ടാണ്. അല്ലല്ല നമ്മടെ പശു പുലിന്ന് ഈ പശുവിന്റെ പാല് നമ്മള് കറന്നെടുക്കൂലപ്പാ. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേന്ന് പശു നമുക്ക് പാൽ തരൂന്ന്. എന്തിനാ? പശു പുല്ല് തിന്നുന്നു, നമുക്ക് പാല് തരുന്നു, പാല് കുടിക്കാൻ ഞാൻ അമ്മ കരയും. അതാണിപ്പാ. അല്ലല്ല പശു പാൽ തരൂന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടേല് തെറ്റാണ് മക്കളെ. അതതിന്റെ കറച്ചിക്ക് വെച്ച പാല് അതിനോട് ചോദിക്കാതെ നമ്മള് കറന്നെടുക്കല്ലപ്പാ ചെയ്യണത്. അത് ശരിയാ, കറന്നെടുക്കല്ലോ കവർന്നെടുക്കല്ലേ. ഓൻ പറഞ്ഞ അതിന്റെ ശരി.
കവർന്നെടുക്കാനുള്ളത് നിങ്ങളെ പോലെ വലിയ വിവരമുള്ളവർ പറഞ്ഞ് കാർന്നെടുക്കാനായിപ്പോയല്ലേപ്പാ. പക്ഷേ വെറുതെ വേണ്ട, ഇവൻ നമ്മുടെ നാടകം മുടക്കാനുള്ള പരിപാടിയിലാണ്. അവൻ എന്തെങ്കിലും പറയട്ടെ. അല്ലല്ല നിത്തി ആ പശുവിന്റെ പാല് നമ്മടെ കുട്ടിയോള് കുടിക്കൂല മാഷേ. ആ പാല് കുടിക്കാത്ത കുട്ടികളുണ്ടല്ലേ. അപ്പോ പാല് കുടിക്കാത്ത കുട്ടികള് ശരിയാ, ഇവിടെ പാല് കുടിക്കാത്ത കുട്ടികളുണ്ടല്ലോ. ആ കുട്ടികൾക്ക് വേണ്ടിയാണ് ഇവിടെ ഞങ്ങൾ പോരാടുന്നത്. ഇത് വെറും ആട്ടമല്ല, പോരാട്ടം. അല്ലല്ല നിർത്തി നിങ്ങൾ ശാന്തിക്ക് വേണ്ടിയുള്ള പോരാട്ടം ഒന്ന് ആദ്യം പറഞ്ഞിട്ട് ആ നാളത്തിലെ പേര് ഈ കശ്മളന്മാര് മാറ്റിന്നാ തോന്നണ. എവിടെ കിടന്ന നാളക്കാരാണപ്പ. ആ നമ്മളീ പറഞ്ഞാണ് കേക്ക്. നിങ്ങള് കശ്മലിനെ കൊന്ന് കുഴിച്ചിട്ട മണ്ണില് മഴ പെയ്ത് പുല്ല് മുളയ്ക്കുന്നു. ആ പുല്ല് നമ്മടെ പശു തിന്നുന്ന്. ആ പശുവിന്റെ പാല് നമ്മള് കക്കണെന്ന്. ആ കട്ട പാല് നമ്മടെ കുട്ടികൾ ആരെങ്കിലും കുടിക്കൂലപ്പാ. അപ്പൊ ആ പാല് കുടിച്ച കുട്ടികളെല്ലാം ഓനെ പോലെ കശ്മന്മാരായി തീരൂലെന്ന്. അന്നേരം ഇങ്ങള് കശ്മലിനെ കൊന്നാ പിന്നെ ശവം പിന്നെ എന്താവുപ്പാ? മണ്ണോട് മണ്ണായി തീരൂലേന്ന്. ആ മണ്ണില് മഴ പെയ്യുമ്പോ പുല്ല് മുളക്കൂലേ ഞങ്ങളെ. അന്നേരം ആ കന്നാലി വന്ന് ആ പുല്ല് മുഴുവൻ തിന്നൂലേ ഞങ്ങളെ. അപ്പോ ഇങ്ങള് കശ്മലിനെ കൊന്ന് കുഴിച്ചിട്ട മണ്ണിലെ പുല്ലിഞ്ഞ് നമ്മടെ പശു നമുക്ക് പാൽ തരും. ആ പശുവിന്റെ പാല് നമ്മള് പല രീതിയിൽ കുടിക്കൂലപ്പാ. ഉദാഹരണത്തിന് ചിലര് പാല് തൈരാക്കി കുടിക്കണേ, ചിലരത് പെണ്ണിന്റെ ഈശ്വരാ, ഇവൻ ചത്തില്ലേ? ഓ സുഹൃത്ത് ബന്ധം. ആ അതൊക്കെ പോട്ടെ. ആ അപ്പൊ നമ്മള് പറഞ്ഞു വന്നത് ആ പാലിലൊരു തൈരാക്കി കുടിക്കണ്, ചിലരത് ബണ്ണിനാക്കി നെയ്യായാലോ അത് കാലകാലം നിലനിൽക്കൂലേന്ന്. അപ്പൊ ഈ വക സാധനങ്ങളെല്ലാം കുടിക്കണോര് ആ കശ്മലിനെ പോലെ കശ്മൽമാരായി തീരൂലേന്ന്. നമ്മടെ നാട്ടില് എന്തും സംഭവിക്കൂപ്പാ. കൊന്നോണ്ടൊന്നും ഈടുത്ത പ്രശ്നം തീരൂലപ്പാ. നീ പറഞ്ഞത് ശരിയാണ്. പക്ഷേ നീ പറഞ്ഞതുപോലെ ഞങ്ങൾ അവരെ കൊല്ലിന്ന് വെക്കുക. മമ്മദ് അവരെ കൊല്ലൂലേ? മമ്മദ് കൊല്ലില്ലെങ്കിൽ മത്തായി അവരെ കൊല്ലൂലേ? അതും ശരി. മത്തായി കൊല്ലില്ലെങ്കിൽ ഗോവിന്ദനാണ് കൊല്ലൂലേ? ഇതൊക്കെ തന്നെയല്ലേ ഇപ്പൊ സംഭവിക്കുക. ആ ശരിയാ. ഇപ്പൊ ഇവരാരും ഇവരെ കൊന്നില്ലാന്ന് വെക്കാ. ഇതൊക്കെ തന്നെയല്ലേ സംഭവിക്കാ. മാഷെ, ഇവൻ പറഞ്ഞ ഈ കഥയില് ഒരു ലോജിക്കില്ല. അവൻ പറഞ്ഞ കഥയിൽ എന്തോ ഉള്ളു. നിങ്ങള് ഒരാളെ കൊല്ലാന്ന് പറഞ്ഞപ്പോ നമ്മടെ മനസ്സിന് വിഷമം തോന്നി. നമ്മളൊരു കഥ പറഞ്ഞു. ആ കഥ ഈ പഹയന്മാര് കേൾക്കുകയും ചെയ്തു. ആ കഥയില് ലോജിക്കുണ്ടാന്ന മേജിക്കുണ്ടാന്നൊന്നും നമ്മക്ക് അറിയില്ലപ്പാ. നമ്മള് വരും 2ാം ക്ലാസ് ആണ്. അതൊക്കെ ഇവിടെ നിക്കട്ടെ. നിങ്ങള് ഒരാളെ കൊല്ലുന്നതിലും ഭേദം ആ നാടകം കൊണ്ട് ഒരാളുടെ മനസ്സ് മാറ്റാൻ പറ്റൂലേ? അതല്ലേ പമാശേ കുറച്ചുകൂടി നല്ല നാടകം. അതെ ശുക്കൂരെ, നീ പറഞ്ഞു തന്നെയാണ് ശരി. അതുകൊണ്ട് ഞാൻ നാടകത്തിൽ അത് പ്രാവർത്തികമാക്കാൻ തീരുമാനിച്ചു. അതൊക്കെ ഇവിടെ നിക്കട്ടെ. ഇപ്പോഴാണ് നമ്മളൊരു കാര്യം ഓർത്തത്. നിങ്ങളിവിടെ നാടകം കളിച്ചോണ്ടിരുന്നോ? നമുക്ക് കടയിൽ കച്ചവടമുള്ള സമയമാണ്. നമ്മളങ്ങ് പോട്ടെ. അതുകൊണ്ട് നമ്മുടെ ചായന്റെ പൈസ ഇടി. പൈസ അതായത് സാമ്പത്തികമായി പൈസ ചോദിച്ചുള്ളൂ. അതായത് പണം കിട്ടുമ്പോ തരാം. എവിടെ കിടന്ന് നാടകം കാണാപ്പാ? നാടകം കളിക്കാൻ നടക്കണം 5ന്റെ പൈസ ഇല്ലാണ്ട്. അമ്മാരെ കാര്യം കൊണ്ട് നീങ്ങോട്ട്. അല്ല ഇവിടെ ചായപാത്രം ഇതെടുത്തില്ലേല് ഈ കസ്മാൽമാര് ചിലപ്പോ ഈനെ പിടിച്ച് കഥാപാത്രമായി കളി. ചോദിക്കാൻ പറ്റാത്ത നാടാണ് വൈകളെ. എന്താ ഭാഷ? എന്താ പക്ഷേ വിളിച്ചേ
ഓൻ ചായ പിടിക്കാനാണ് ഇല്ലേ, ഓന് വിവരമുണ്ട്. വിവരമുണ്ട്. നിനക്കൊക്കെ അവൻ പറഞ്ഞത് എന്നാ മനസ്സിലായത്? കേക്കട്ടെ, പറ. നാടകം നിർത്തിവെച്ച് ചായപ്പീടിയയിൽ ജോലിക്ക് പോകാനാണ് പറഞ്ഞാറുണ്ട്. പോടാ, നന്നാവിയല്ല, നന്നാവിയല്ല. പണം കൊടുക്കാതെ ചായ കുടിക്കാൻ പറ്റൂലെന്നല്ലേ? ഇല്ലടാ, എനിക്ക് തെറ്റി. നന്നാവിയല്ലടാ, ഒരിക്കലും നീ അയ്യോ. ഒരു കാലത്ത് നന്നാവില്ല. മാഷെ, അല്ല, ഞാൻ പറയാം, ഞാൻ പറയാം. പോടാ. മാഷെ, അങ്ങനെ പറയല്ലേ നമ്മള്. ഇതുകൊണ്ട് ഒരാളുടെയെങ്കിലും മനസ്സ് മാറ്റാൻ സമ്മതിച്ചാൽ അതാണ് നമ്മൾ എടുക്കണം. അതുകൊണ്ട് ഈ നാടകത്തിന്റെ പ്രമേയം തന്നെ ഞാൻ മാറ്റാൻ തീരുമാനിച്ചു. അതുകൊണ്ട് നമുക്ക് ഈ നാടകത്തിന്റെ തീം തന്നെ അങ്ങ് മാറ്റാം. അതായത് ഇത് വെച്ച് നമുക്ക് ഒരാളുടെയെങ്കിലും മനസ്സ് മാറ്റാൻ ശ്രമിക്കാം. ശരി മാഷെ, അതാണ് ശരി അല്ലേ? ശരി അല്ലേ? അതല്ലേ ശരി? അതല്ലേ ശരി? അതല്ലേ ശരി? അത് തന്നെയാണ് ശരി.